Hello, hi. Welcome to the first biology class of Green Channel. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 10ന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. എന്താ ചാപ്റ്ററിന്റെ പേര്? സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് വേർഡ് ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടോ? സെൻസേഷനും അതുപോലെ തന്നെ റെസ്പോൺസസും. സെൻസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയാറില്ലേ, അവളെന്നെ തൊട്ടപ്പോൾ എനിക്ക് സെൻസ് ചെയ്തു, ആ തീയിൽ കൈ വെച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു സെൻസേഷൻ വന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാന്നുള്ളത് മിസ് പറയാൻ പോവാണ്. അതിനുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, റെസ്പോൺസസ് നമുക്കറിയാം. ഞാൻ എത്ര വിളിച്ചിട്ടും അവൾ എന്നെ റെസ്പോണ്ട് ചെയ്തില്ല, ഞാൻ എത്ര ഇങ്ങനെ ടച്ച് ചെയ്ത് വിളിച്ചിട്ടും, അതായത് നിങ്ങളിങ്ങനെ വിളിച്ചിട്ടും അവൾ എന്നെ റെസ്പോണ്ട് ചെയ്തില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ രണ്ട് വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡുകളാണ്. ഒന്ന് സെൻസേഷൻ ആണ്, മറ്റൊന്ന് എന്താണ്? റെസ്പോൺസസ് ആണല്ലേ. ഓക്കെ, അങ്ങനെയാണ് ടീച്ചർ ഒരു ബിരിയാണി കഥ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഇന്ന് ഒരു ബിരിയാണി കഥ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ പറയുകയാണ് അച്ഛനോട്, ഇന്ന് നമുക്കൊരു ബിരിയാണി വെച്ചാലോ എന്ന് പറയുകയാണല്ലേ. അപ്പോൾ അമ്മ ഇതിങ്ങനെ പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കേട്ടു. എന്താണ് അവിടെ? നമ്മൾ ഹിയറിങ് അല്ലേ, നമ്മൾ ഹിയർ ചെയ്തു അല്ലേ, അമ്മ ബിരിയാണി വെച്ചാലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് അച്ഛന് റൈസും ചിക്കനും ഒക്കെ വാങ്ങിക്കൊണ്ട്, നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കിച്ചണിൽ കൊണ്ടുപോയി അമ്മ ഇങ്ങനെ അത് പ്രിപ്പയർ ചെയ്തു, കുക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് നല്ല സ്മെല്ല് വരികയാണ് കിച്ചണിൽ അല്ലേ. സ്മെല്ല് എന്ന് പറയുന്ന ഒരു സെൻസ് നമുക്ക് വന്നു അല്ലേ, ആ ഒരു സെൻസേഷൻ നമുക്ക് കിട്ടി. ആ സെൻസേഷൻ്റെ റെസ്പോണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു? കിച്ചണിലേക്ക് നടന്നു. നേരെ പോയിട്ട് ബിരിയാണി പോട്ട് അങ്ങോട്ട് തുറന്നപ്പോൾ എന്താണത്? സ്മെല്ലെന്ന് പറയുന്ന സെൻസേഷൻ നമുക്ക് അവിടെ കിട്ടി അല്ലേ, സ്മെല്ലൊന്ന് കിട്ടി. ഇനി നമ്മൾ ബിരിയാണി കഴിക്കുകയാണ്, ബിരിയാണി ടീച്ചറും കഴിക്കുകയാണ്, നിങ്ങളും കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഉണർന്നു. അപ്പോൾ അവിടെ എന്താ? ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു സെൻസേഷൻ കിട്ടിയില്ലേ. പിന്നെ ആ ബിരിയാണിയും ചിക്കനും കണ്ടു നമ്മളല്ലേ. അപ്പോൾ എന്താണ്? അവിടെ വിഷൻ വന്നില്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ്. ആ സെൻസ് ഓർഗൻസിൽ വരുന്ന സെൻസേഷൻസ് ആണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന. ഏതൊക്കെ മക്കളെ? ഏതൊക്കെ സെൻസേഷൻ ആണ് ടീച്ചർ പറഞ്ഞത്? നമ്മൾ ബിരിയാണി വെക്കുന്നത് കേട്ടു അല്ലേ, കേട്ടു. ഹിയറിങ് കാണുന്നുണ്ടോ? ഹിയറിങ് അല്ലേ, ഹിയറിങ് എന്ന് പറയുന്ന ഒരു സെൻസേഷൻ വന്നു. പിന്നെ നമ്മളത് സ്മെല്ല് ചെയ്തു അല്ലേ, സ്മെല്ല് അല്ലേ, സ്മെല്ല് വന്നില്ലേ. അതേപോലെ വേറെ എന്താണ്? സ്മെല്ല് വന്നു. പിന്നെ നമ്മളത് ടേസ്റ്റ് ചെയ്തു അല്ലേ, ടേസ്റ്റ് അല്ലേ, ടേസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? കണ്ണുകൊണ്ട് കണ്ടു. ചിക്കനും ബിരിയാണിയൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു. അതെന്താണ്? വിഷനാണല്ലേ, വിഷൻ. ഓക്കെ, അപ്പോൾ ഹിയറിങ്, സ്മെല്ല്, ടേസ്റ്റ്, വിഷന്, ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ സെൻസസ് അല്ലേ. ഇതൊക്കെയാണ് നമ്മളെ സെൻസസ്. ഹിയറിങ്, സ്മെല്ല്, ടേസ്റ്റ്, വിഷന്. ഇനി എന്തെങ്കിലും ഉണ്ടോ? നമ്മളോട് ഒന്നുകൂടെ വിട്ടുപോയി അല്ലേ, ടച്ച്. നമ്മൾ ബിരിയാണി തൊട്ടിട്ട്, അത് ബിരിയാണി ഇങ്ങനെ തൊട്ടിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എന്താണ്? ടച്ച്. അപ്പോൾ ഹിയറിങ്, സ്മെല്ല്, ടേസ്റ്റ്, വിഷന്, ടച്ച്, ഇത്രയൊക്കെയാണ് നമ്മുടെ എന്ത്? സെൻസ് ഓർഗൻസിൽ വരുന്ന സെൻസേഷൻസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ സെൻസേഷൻസ് നമുക്ക് വരുന്നത്? ഇപ്പം എന്നെ ഇപ്പോൾ ബാക്കിൽ നിന്ന് ഒരാളിങ്ങനെ തട്ടി വിളിക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ തിരിഞ്ഞു നോക്കും അല്ലേ. അപ്പോൾ ഈ തട്ടി വിളിക്കുന്നത് എന്താണ്? സെൻസേഷൻ ആണ്. അതിന് ടീച്ചർ തിരിഞ്ഞു നോക്കുന്നത് എന്താണ്? റെസ്പോൺസ് ആണ് അല്ലേ. അപ്പം നമുക്ക് ഇത് പഠിക്കണമെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വേർഡ് നമ്മളിവിടെ പഠിച്ചിരിക്കണം. എന്താണ് ആ വേർഡ്? പറഞ്ഞേ. സ്റ്റിമുലൈ. എന്താണ് വേർഡ്? സ്റ്റിമുലൈ. എന്താണ് സ്റ്റിമുലൈ എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. എന്താണ് സ്റ്റിമുലൈ? അപ്പം the sense that evoke responses are called stimuli. എന്താണ്? the sense that evoke responses. അതായത് സ്റ്റിമുലൈ എന്ന് വെച്ചാൽ the sense അല്ലേ, ഒരു സെൻസ്. അത് എന്ത് ചെയ്യണം? that evoke responses, ഉണർത്തണം. ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സെൻസുകളെയാണ് നമ്മൾ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റിമുലൈനെ രണ്ട് രീതിയിൽ തിരിക്കാം. ഇപ്പം നമ്മൾ രണ്ട് രീതിയിൽ തിരിച്ചാൽ എങ്ങനെയൊക്കെയാ? സ്റ്റിമുലൈനെ രണ്ട് രീതിയിൽ നമ്മൾ തിരിക്കുന്നു. ഇന്റേണൽ സ്റ്റിമുലൈ, ഒന്നാമത്തേത് ഏതാണ്? ഇന്റേണൽ സ്റ്റിമുലൈ. രണ്ടാമത്തേതോ? എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ഒന്നാമത്തത് ഇന്റേണൽ, രണ്ടാമത്തത് എക്സ്റ്റേണൽ. അപ്പോൾ ഈ പേരിൽ നിന്ന് ആസ് ഫ്രം ദ നെയിം വി ഗെറ്റ് ദാറ്റ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അല്ലേ. ഇന്റേണൽ എന്ന് വെച്ചാൽ എന്താണ്? ഇന്റേണായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇൻസൈഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്ന സ്റ്റിമുലസുകളാണ്. അതിന് എക്സാമ്പിൾ എന്താ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വെള്ളം കുടിക്കാറുണ്ട് അല്ലേ. വെള്ളം കുടിക്കുന്ന എന്തുകൊണ്ടാണ്? നമുക്ക് ദാഹിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ദാഹം അല്ലെങ്കിൽ തേഴ്സ്റ്റ് എന്ന് പറയുന്നത്,
തേഴ്സ്റ്റ് അല്ലേ? ഈ തേഴ്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റേണൽ സ്റ്റിമുലയാണ്. അതുപോലെ വേറൊന്ന്, നമ്മൾ ബിരിയാണി കഥ പറഞ്ഞു. ബിരിയാണി കഥ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങി അല്ലേ? അപ്പോൾ വിശപ്പ് എന്താണ്? അതും ഒരു ഇന്റേണൽ സ്റ്റിമുലസ്, നമ്മുടെ ബോഡിയുടെ ഇൻസൈഡ് നിന്നല്ലേ ആ സ്റ്റിമുലസ് വരുന്നത്. ഓക്കെ, അപ്പം അതെന്താണ്? ഹങ്കർ, വിശപ്പ് അല്ലേ? ഈ വിശപ്പ്, ഹങ്കർ എന്താണ്? ഒരു ഇന്റേണൽ സ്റ്റിമുലയാണ്. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ സ്റ്റിമുലസ് ഉണ്ട്. എന്താണ് സ്റ്റിമുലൈ എന്ന് പറയുന്നത്? ദ സ്റ്റിമുലൈ മീൻസ് ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ആർ കോൾഡ് സ്റ്റിമുലൈ. ആ സ്റ്റിമുലൈ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇന്റേണൽ സ്റ്റിമുലൈ ഉണ്ട്, എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഉണ്ട്. ഇന്റേണൽ സ്റ്റിമുലൈക്ക് നമ്മൾ പറഞ്ഞു തേഴ്സ്റ്റ്, ഹങ്കർ എന്ന് പറയുന്ന രണ്ട് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഈ വിശപ്പൊക്കെ വരുമ്പം എങ്ങനെയാണ് നമ്മളെ ബ്രെയിൻ ഇത് അറിയണ്ടേ? ഈ ബ്രെയിൻ ഇത് അറിഞ്ഞിട്ട് നമുക്ക് ആ റെസ്പോൺസ് തരണ്ടേ? പോയി ഫുഡ് എടുത്ത് നമ്മൾ കഴിക്കണ്ടേ? ബിരിയാണിക്ക് വേണ്ടി വിശക്കുന്ന സമയത്ത് നമ്മൾ ബിരിയാണി കിച്ചണിൽ പോയി എടുത്ത് കഴിക്കണ്ടേ? എങ്ങനെയാണ് ആ ഒരു റെസ്പോൺസ് നമുക്ക് വരുന്നത് നമ്മൾ അറിയണ്ടേ? ഓക്കെ, അതാണ് ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു കഥയിലൂടെ മിസ് പറഞ്ഞുതരാവേ. ഒരു ചെറിയ കഥയിലൂടെ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരൂലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? വരുന്ന ഗസ്റ്റ് നമ്മൾ അവിടെ പുറത്തന്നെ നിർത്തലാണോ? നിങ്ങൾ കയറണ്ട അവിടെ നിന്നോന്ന് പറഞ്ഞ് പുറത്ത് നിർത്തലാണോ? അല്ല അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? അവരെ റിസീവ് ചെയ്യും അല്ലേ? നല്ല രീതിയിൽ നമ്മൾ ഗസ്റ്റുകളെ സ്വീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് കയറ്റിയിരുത്തും അല്ലേ? അതേപോലെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ നമ്മളുടെ ഗസ്റ്റ് ആരാണ്? പുറത്തുനിന്ന് വരുന്ന സ്റ്റിമുലൈ ആണ്. ടീച്ചർ ഇവിടെ ഗസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഗസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റിമുലൈ. ഈ സ്റ്റിമുലൈ എന്ന് പറയുന്നത് ഈ ഗസ്റ്റിനെ ആര് റിസീവ് ചെയ്യണം? റിസീവ് ചെയ്യുന്നു. ആരാ റിസീവ് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്നു. ആരാ റിസീവ് ചെയ്യുന്നത്? റിസപ്റ്റേഴ്സ്. ആരാണ്? റിസപ്റ്റേഴ്സ്. ഓക്കെ, റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നു. ഈ റിസപ്റ്റേഴ്സ് എന്താണ്? നമ്മളെ ഹോസ്റ്റ് ആണ് കേട്ടോ. ഈ ഹോസ്റ്റ് എവിടെയാ കാണുന്നത്? വീട്ടില് ഹോം. ഇത് ഹോമാണ്. വീട്ടിലാണ് ആരെ കാണുന്നത്? റിസപ്റ്റേഴ്സിനെ കാണുന്നത് അല്ലേ? അപ്പൊ സ്റ്റിമുലൈ എന്ന് പറയുന്നത് ഗസ്റ്റ് ആണ്. ഈ ഗസ്റ്റിനെ ആര് റിസീവ് ചെയ്യുന്നു? റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നു അല്ലേ? ഹോസ്റ്റിനെ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവരെന്ത് ചെയ്യുന്നു? ഇവരെ റിസപ്റ്റേഴ്സ്, അതായത് സ്റ്റിമുലസുകളെ റിസപ്റ്റേഴ്സ് എന്താക്കി മാറ്റുന്നു? ഇമ്പൾസ് ആക്കി മാറ്റുന്നു. ഇമ്പൾസ് ആക്കി മാറ്റുന്നു. എന്നിട്ട് ഈ ഇമ്പൾസ് എന്ത് ചെയ്യും മക്കളെ? നേരെ ബ്രെയിനിലേക്ക് പോകുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റിമുലൈ വിച്ച് ഇസ് റിസീവ്ഡ് ബൈ ദ റിസപ്റ്റേഴ്സ്, അതായത് റിസീവ് ചെയ്യുന്നു. ആര് റിസീവ് ചെയ്യുന്നു? ദ റിസപ്റ്റേഴ്സ്. ഈ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ദേ ട്രാൻസ്ഫോം ദ സ്റ്റിമുലൈ ഓർ കൺവേർട്ടഡ് ദ സ്റ്റിമുലൈ ഇൻ ടു ഇമ്പൾസ്. എന്നിട്ട് ഈ ഇമ്പൾസ് എന്ത് ചെയ്യും? നേരെ ബ്രെയിനിലേക്ക് പോകുന്നു. അപ്പോൾ ബ്രെയിനിന് എന്ത് കിട്ടി? ഇവിടെ ഒരാൾ വന്ന് പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് എന്നുള്ള ഇമ്പൾസ് എവിടെ കിട്ടി? നമ്മുടെ ബ്രെയിനിൽ കിട്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നേരെ ബ്രെയിൻ പറയും, തിരിഞ്ഞു നോക്ക്, നിന്നെ ആരോ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ തിരിഞ്ഞു നോക്കും. ഓക്കെ, അത്രയും കിട്ടിയോ? അപ്പം നമ്മൾ നമ്മൾ എന്താ സ്റ്റിമുലൈ എന്ന് പറഞ്ഞു അല്ലേ? എന്താ സ്റ്റിമുലൈ എന്ന് പറഞ്ഞു? എന്താ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞോ? റിസപ്റ്റേഴ്സ് എന്താന്ന് പറഞ്ഞോ? ഇല്ല. റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ദേ ആർ ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് that are present in the sense organs. അതായത് നമ്മുടെ സെൻസ് ഓർഗൻസുകളായിട്ടുള്ള ഐ, ഇയർ, സ്കിൻ പോലത്തതിലൊക്കെ പ്രസന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സെൽസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസപ്റ്റേഴ്സ്. അപ്പോൾ ഈ വീടെന്താണ്? വീടെന്ന് പറയുന്നത് നമ്മുടെ സെൻസ് ഓർഗനാണ്. വീട്ടിലുള്ള ആൾക്കാരാരാണ് മക്കളെ? വീട്ടിലുള്ള ആൾക്കാരാണ് ആര്? റിസപ്റ്റേഴ്സ്. വീട്ടിലെ ആൾക്കാരാണ് റിസപ്റ്റേഴ്സ്. ഈ റിസപ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റിമുലസിനെ ഇമ്പൾസ് ആക്കി മാറ്റുന്നത്. ദേ കൺവേർട്ടഡ് ദ സ്റ്റിമുലസ് ഇൻ ടു ഇമ്പൾസ്. എന്നിട്ട് ഈ ഇമ്പൾസ് എന്ത് ചെയ്യും? നേരെ ബ്രെയിനിലേക്ക് പോകും. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. ഓക്കെ, സ്റ്റിമുലൈ വന്നു, റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിസപ്റ്റേഴ്സ് സ്റ്റിമുലസിന് എന്ത് ചെയ്തു? ഇമ്പൾസ് ആക്കി മാറ്റി. ഇമ്പൾസിന് എന്ത് ചെയ്തു? ബ്രെയിനിലേക്ക് കൊടുത്തു അല്ലേ? അപ്പോൾ ഈ ബ്രെയിനിനെ, അതായത് ഇമ്പൾസ് എങ്ങനെയാണ് ബ്രെയിനിലേക്ക് എത്തുക? ഫ്ലൈറ്റ് പിടിച്ച് പോകാൻ പറ്റുമോ? ഇല്ല.
ബസ്സിൽ കയറുമോ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഈ ഇമ്പൾസ് ബ്രെയിനിലേക്ക് എത്തും? അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് നെർവസ് സിസ്റ്റം. നമ്മുടെ ബോഡിയിൽ അതിന് വേണ്ടിയുള്ള ആൾക്കാരാണ് വരും മക്കളെ നെർവസ് സിസ്റ്റം. അതെന്ന് ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. നെർവസ് സിസ്റ്റത്തിനെ പറ്റിയാണ് ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ഇമ്പൾസുകൾ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞെന്തായിരുന്നു? നെർവസ് സിസ്റ്റം അല്ലേ? നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ദ കണക്റ്റിംഗ് ലിങ്ക് ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ നെർവസ് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഈ നെർവസ് സിസ്റ്റത്തിന് ഒരു ബേസിക് യൂണിറ്റ് തന്നെ ഉണ്ട്. അതായത് ഇപ്പം ടീച്ചറുടെ ഷോള് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്തായിരിക്കും? ത്രെഡാണ് അല്ലേ? ത്രെഡാണ്. കാരണം ഈ ഒരു കുഞ്ഞു കുഞ്ഞു നൂലിഴകൾ ഇങ്ങനെ കോർത്ത് വെച്ച് അല്ലെങ്കിൽ നെയ്തെടുത്തിട്ടാണ് എന്ത് ഇങ്ങനെ ഒരു വലിയ ഷോൾ ഉണ്ടാവുന്നത് അല്ലേ? അതേപോലെയാണ് നെർവസ് സിസ്റ്റത്തിനും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട്. അങ്ങനെ ഈ യൂണിറ്റ്സുകളൊക്കെ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് എന്ത് വലിയ നെർവസ് സിസ്റ്റം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടുത്തെ ബേസിക് യൂണിറ്റ് എന്താ? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്താണ് മക്കളെ? ന്യൂറോൺസ്. എന്താണ്? ന്യൂറോൺസ്. Neurons is the basic structural and functional unit of nervous system. Nervous systemത്തിന്റെ basic functional and structural unit എന്ന് പറയുന്ന ആരാണ്? ന്യൂറോൺസ് ആണ്. നമ്മുടെ ത്രെഡ്, നമ്മുടെ ഷോളിലെ ത്രെഡ് പോലെ ഇവിടെ ആരാണ്? ന്യൂറോൺസ് ആണ് വരുന്നത്. ഈ ന്യൂറോൺസ് കുറേ ഇങ്ങനെ കൂടിച്ചേർന്നാണ് ആരുണ്ടാവുന്നത്? നെർവസ് സിസ്റ്റം ഉണ്ടാവുന്നത് അല്ലേ? ഈ നെർവസ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ എല്ലാ ആൾക്കാരെയും ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? നമ്മൾ കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ന്യൂറോൺസ്, അതിൻ്റെ സ്ട്രക്ചർ, ആ സ്ട്രക്ചറുകളുടെ ഫങ്ഷന് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താണ് സെൻസേഷൻ, എന്താണ് റെസ്പോൺസസ് എന്നുള്ള രണ്ടിൻ്റെയും വേർഡ് മീനിങ് ഒക്കെ ടീച്ചർ പറഞ്ഞു. എന്താണ് സെൻസേഷൻ, എന്താണ് റെസ്പോൺസസ് എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബിരിയാണി കഥ പറഞ്ഞു. ബിരിയാണി വെച്ചു. ആ ബിരിയാണി വെച്ചതിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് 5 തരം സെൻസസ് ഉണ്ട്, അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? വിഷന്, ടച്ച്, സ്മെല്ല്, ടേസ്റ്റ്, ഹിയറിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെൻസസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ബിരിയാണി കഥയിലൂടെയാണ് നമ്മളത് ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തിലേക്ക് പോയി? എന്താണ് സ്റ്റിമുലൈ എന്ന് പറഞ്ഞു. എന്താണ് സ്റ്റിമുലൈ? ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് അല്ലേ? നമുക്ക് റെസ്പോൺസ് ഇവോക്ക് ചെയ്യാനുള്ള സെൻസസുകളെയാണ് നമ്മൾ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റിമുലൈ തന്നെ എന്തുണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഇന്റേണൽ സ്റ്റിമുലൈ ഉണ്ട്, എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഉണ്ട്. അതിൽ ഇന്റേണൽ സ്റ്റിമുലൈ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഇന്റേണൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത് ഇൻസൈഡ് അവർ ബോഡിയിൽ നിന്ന് വരുന്ന സ്റ്റിമുലസുകളാണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് ടീച്ചർ പറഞ്ഞത് എന്തൊക്കെ? തേഴ്സ്റ്റും ഹങ്കറും. ഓക്കെ. പിന്നെ എക്സ്റ്റേണൽ സ്റ്റിമുലൈ നമുക്കറിയാലോ, നമ്മളിങ്ങനെ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ നമ്മൾ തിരിഞ്ഞു നോക്കുക അല്ലേ? ആ വിളിക്കുന്നത് ടച്ച്, ഹിയർ ഒക്കെ നമുക്ക് എന്താണ്? എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ്. ഇന്റേണലിൽ വരുന്ന 2 എക്സാമ്പിൾ പറഞ്ഞു, തേഴ്സ്റ്റും ഹങ്കറും. പിന്നെ നമ്മൾ പറഞ്ഞു ഇനി എങ്ങനെയാണ് ഇത് നമ്മളിങ്ങനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്, അല്ലെങ്കിൽ ദാഹിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാൻ നമുക്ക് തോന്നുന്നതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞു. അതിന് ടീച്ചർ പറഞ്ഞു എന്താ? അത് ബ്രെയിൻ കൊണ്ടാണ്, ബ്രെയിനിൽ നിന്ന് വരുന്ന റെസ്പോൺസസ് കൊണ്ടാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രെയിനിലേക്ക് ഈ റെസ്പോൺസസ് എത്തുക എന്നുള്ളത് നമുക്ക് പറയണം. അത് നമ്മൾ പറഞ്ഞു എന്തൊക്കെ? നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വിരുന്നുകാർ വരുന്നൊരു എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞില്ലേ? അപ്പോൾ വീട്ടുകാർ വരുന്നു. അപ്പോൾ ഈ ഒരു വിരുന്നുകാർ വരുന്നു. അപ്പോൾ ഈ വിരുന്നുകാർ അല്ലെങ്കിൽ ഈ ഗസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ സ്റ്റിമുലസുകളാണ് അല്ലേ? ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിമുലസുകളാണ്. ഈ സ്റ്റിമുലസുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വീട്ടുകാരായിട്ടുള്ള റിസപ്റ്റേഴ്സ് അല്ലേ? വീട്ടുകാരായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഇവരെന്ത് ചെയ്യും? സ്വീകരിക്കുന്നു അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്താക്കി മാറ്റും? അവരെ ഇമ്പൾസുകളാക്കി മാറ്റും അല്ലേ? ഇമ്പൾസുകളാക്കി മാറ്റിയിട്ട് ആ ഇമ്പൾസുകൾ എങ്ങോട്ട് പോകുന്നു? നേരെ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നു. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്പൾസ് ഇങ്ങനെ വെറുതെ അങ്ങോട്ട് പോകുമോ ബ്രെയിനിലേക്ക്? ഇല്ല. അതിന് നമുക്ക് കുറച്ച് ആൾക്കാരെ ഹെൽപ്പ് വേണം. അതിന് നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ് മക്കളെ നെർവസ് സിസ്റ്റം. അത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നതാണ് ദ കണക്റ്റിംഗ് ലിങ്ക് ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഒരു ബേസിക് ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം പറഞ്ഞു ന്യൂറോൺസ് ആണെന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ന്യൂറോൺസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഈ ന്യൂറോൺസ് എന്ന് പറയുന്നത് എന്താണ്? ദ ബേസിക് ആൻഡ് സ്ട്രക്ചറൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ ബേസിക് യൂണിറ്റ് ആണ് ന്യൂറോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ ഈ ഷോളിൻ്റെ ത്രെഡ് അതിൻ്റെ ബേസിക് യൂണിറ്റ് ആണെന്ന് പറഞ്ഞതുപോലെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് ന്യൂറോൺസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ, ഇത്രയും സെറ്റ് അല്ലേ, റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂറോൺസുകളെ പറ്റി വിശദീകരിച്ച് പഠിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഡയഗ്രംസ്, ഫങ്ഷൻസ്, കാര്യങ്ങളൊക്കെ ഇനി പഠിക്കാം. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂറോൺസ് അല്ലേ, ന്യൂറോൺസ്. ഈ ന്യൂറോൺസിൽ നമുക്ക് പഠിക്കാനുള്ളത് ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ന്യൂറോൺസിൻ്റെ ഫങ്ഷനും കാര്യങ്ങളും, ആ സ്ട്രക്ചറൽ ഫങ്ഷനും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അതിനുമുമ്പ് എന്താണ് ന്യൂറോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ന്യൂറോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം മക്കളെ, നെർവ് സെൽസ് ആണ് അല്ലേ, നെർവ് സെൽസ്. ന്യൂറോൺസ് എന്ന് പറയുന്നത് ആരാണ്? നെർവ് സെൽസ് ആണ്, നെർവ് സെൽസ് ആണ്. പിന്നെ ഈ ഒരു ഫങ്ഷനും സ്ട്രക്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് ന്യൂറോൺസ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറയും. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ആ സ്ട്രക്ചർ ഓർത്ത് വെക്കാൻ ടീച്ചർ ഒരു ട്രിക്കൊക്കെ പറഞ്ഞു തരാം. ആ ട്രിക്കിലൂടെ നിങ്ങളത് ഓർത്ത് വെച്ച് പഠിക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഫുൾ മാർക്ക് നമ്മുടെ കയ്യിൽ അങ്ങോട്ട് ഇരിക്കും. ഓക്കെ. അപ്പം നെർവ് സെൽസ് എന്ന് പറയുമ്പം ഈ ന്യൂറോൺസ് എന്ന് പറയുന്നത് സെല്ലുകളാണ് അല്ലേ, സെൽസ് ആണ്. അപ്പോൾ ഈ ഒരു സെല്ല് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, ദ ബേസിക് സ്ട്രക്ചർ ഓഫ് സെല്ല്, അല്ലെങ്കിൽ ആ ഒരു സെൽ ബോഡിയുടെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പം അതിനൊരു സെൽ ബോഡി ഉണ്ടാകും, ന്യൂക്ലിയസ് ഉണ്ടാവും, കുറച്ച് സൈറ്റോപ്ലാസം ഉണ്ടാവും. അറിയാലോ? അപ്പോൾ ഒരു സെല്ലെന്ന് പറയുമ്പോൾ അതിന് സെൽ ബോഡി, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതന്നെ എവിടെ ഉണ്ടാകും? നമ്മുടെ നെർവ് സെൽസിനും ഉണ്ടാകും. എന്ത്? വേറൊരു രീതിയിൽ അതിനെന്തുണ്ടാകും? ന്യൂക്ലിയസ് ഉണ്ടാകും, സെൽ ബോഡി ഉണ്ടാകും, സൈറ്റോപ്ലാസങ്ങൾ ഉണ്ടാകും. കിട്ടിയോ? ഓക്കെ. ഇനി ഈ ഒരു ഈ ഒരു സ്ട്രക്ചർ ഓഫ് ദ സെല്ല് അല്ലെ ന്യൂറോൺസ് പഠിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു ട്രിക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് ആ ട്രിക്ക് എന്ന് പറഞ്ഞുതരാം. നമുക്ക് മരങ്ങൾ, എല്ലാവർക്കും മരം ഇഷ്ടമാണോ? എല്ലാവരും മരം നടാറുണ്ടോ? ഉണ്ടോ? ഇതാണ് നമ്മുടെ ട്രീ, നമ്മുടെ മരം. വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും നമ്മുടെ മരം. ഈ മരത്തിന് നമുക്ക് എന്തുണ്ട്? റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്, ഇല്ലേ? എന്തൊക്കെയാണുള്ളത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത്. റൂട്ട്, സ്റ്റെം, ബ്രാഞ്ച്, ഇത്രയൊരു മരത്തിനുണ്ട്. നല്ല മഴ പെയ്തു, മരം അങ്ങോട്ട് മരം ചെരിഞ്ഞു. അപ്പം മരം എങ്ങനെ കിടക്കും? ഇങ്ങനെ കിടക്കും അല്ലേ? കാണുന്നുണ്ടോ? മരത ഇങ്ങനെ കിടക്കും. സെറ്റല്ലേ? മരം കിടക്കുന്നത് ഇങ്ങനെ പൊരിഞ്ഞങ്ങോട്ട് വീണു. മഴ പെയ്തപ്പം മരം അങ്ങോട്ട് വീണു. അപ്പോൾ ഇതേപോലെ മരം കിടക്കും. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇനി ഈ വീണ മരത്തിനെ ഞാൻ മായ്ക്കുകയാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ന്യൂറോൺസിൻ്റെ യഥാർത്ഥ മുഖം അല്ലേ, യഥാർത്ഥ ഡയഗ്രം നമുക്കിവിടെ വരയ്ക്കണം. അപ്പോൾ വീണ മരത്തിനെ ഞാൻ മായ്ക്കുകയാണ്. പക്ഷെ നിങ്ങൾ ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ ടീച്ചർ പറയുന്ന സമയത്ത് ആ വീണ മരത്തിനെയാണ് ആലോചിക്കേണ്ടത്. റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം ഞാൻ വരയ്ക്കാൻ പോണ ഈ ഒരു വീണ മരത്തിൻ്റെ ബ്രാഞ്ചിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ, ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ തുടങ്ങാം. ഇത് ശ്രദ്ധിച്ചിരിക്കണം. ഇത് നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് വരയ്ക്കാനുണ്ടാകും. അപ്പോൾ വെറുതെ നമ്മുടെ മാർക്ക് നമ്മൾ കളയേണ്ടതില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഭാഗത്തുള്ള ബ്രാഞ്ചാണ് വരച്ചതെന്ന് സങ്കല്പിക്കാം. ഓക്കെ. ഇനി ഇത് നേരെ പോകുന്ന ഇതെന്താണ് മക്കളെ? സ്റ്റെമ്മാണ് കേട്ടോ. നമ്മുടെ വീണ മരത്തിൻ്റെ സ്റ്റെമ്മാണ്. ഈ സ്റ്റെമ്മ് കഴിഞ്ഞാൽ ഇങ്ങനെ അപ്പോൾ ടീച്ചർ ഇങ്ങനെ ബ്രാഞ്ചസ് ഇങ്ങനെ വരച്ചു കേട്ടോ. ബ്രാഞ്ചസ് അല്ലേ, ഇത് നമ്മളെ വീണ മരത്തിൻ്റെ റൂട്ടാന്ന് വിചാരിക്കാം. അപ്പോൾ വീണ മരം നമ്മൾ നോക്കിക്കേ, ഇത് ബ്രാഞ്ചാണ്, ഇത് അതിൻ്റെ സ്റ്റെമ്മാണ്, ഇത് റൂട്ട് പോർഷനാണ്. ഇത്രയും കിട്ടിയോ? അപ്പോൾ നമ്മൾ ന്യൂറോൺസ് കഴിഞ്ഞില്ല കേട്ടോ, അത് വരയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിവിടെ ഇങ്ങനെ കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട് വീണ്ടും ഇത് ഇങ്ങനെ തിരിയുന്നുണ്ട് അല്ലേ. കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട് വീണ്ടും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ട്. ഇത് മരത്തിൻ്റെ മുകൾ ഭാഗമാണ്, മരത്തിൻ്റെ മുകൾ ഭാഗം. അപ്പം നമ്മൾ
ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ടീച്ചർ പിന്നെയും ഇങ്ങനെ പറയാണ്. നമ്മുടെ ന്യൂറോൺസ് അല്ലേ, ഈ ന്യൂറോൺസിന്റെ സ്ട്രക്ചർ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ചെരിഞ്ഞു കിടക്കുന്ന മരമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ വരും? ബ്രാഞ്ചസ് ഇവിടെ വരും, സ്റ്റെമ്മ് വരും, റൂട്ട് പോർഷൻ വരും. സെറ്റല്ലേ? ഇത്രയും സെറ്റല്ലേ? ഇനി അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളും വരുത്താണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം സെറ്റായി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മുടെ സെല്ലില് ബേസിക് സ്ട്രക്ചർ ആയിട്ട് പറയുന്നത് സെൽ ബോഡിയും ന്യൂക്ലിയസും സൈറ്റോപ്ലാസും ആണ്. അപ്പോൾ ഈ സെൽ ബോഡിയാണിത്, അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ എന്തുണ്ട് മക്കളെ? സൈറ്റോപ്ലാസം. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് മോഡിഫിക്കേഷനും കൂടെ ടീച്ചർ വരുത്തുകയാണ്. ഇത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമ്മളിങ്ങനെ വഴിയെ പറയും, ഓരോന്നും ഓരോ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു ബൾബ് പോലത്തെ ഒരു സാധനം ഉണ്ട്. ബൾബ് പോലത്തെ ഒരു സാധനം കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ട്രക്ചർ. ആദ്യം നമ്മുടെ റൂട്ട് പോർഷൻ, പിന്നെ സ്റ്റെമ്മ്, പിന്നെ ബ്രാഞ്ച്. സെറ്റല്ലേ? ഇനി നമുക്കെന്ത് ചെയ്യാം? ഇതിന് ഓരോ പേരുകളുണ്ട്, അത് നോക്കിയാലോ? ഇനി ഈ ഒരു കുഞ്ഞു ബ്രാഞ്ചസ് ഇല്ലേ, ഈ കുഞ്ഞു ബ്രാഞ്ചസിന് നമ്മൾ പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്സ്. എന്താണ് പറയാ? ഡെൻഡ്രൈറ്റ്സ്. എൻ്റെ കൂടെ പറഞ്ഞു നോക്കുക, പറഞ്ഞ് നമ്മൾ ആ പേര് പഠിക്കണം കേട്ടോ. അപ്പോൾ എത്രത്തോളം നമ്മൾ ആ പേര് പറയുന്നു അത്രത്തോളം നമ്മളെ ബ്രെയിനിലേക്ക് അത് ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ നമുക്ക് എക്സാമിന് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡെൻഡ്രൈറ്റ് പോലെ തന്നെ പല പേരുകളും നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അത് അപ്പം തന്നെ ഡെൻഡ്രൈറ്റ് എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് നമ്മളെ ബ്രെയിനിനെ അത് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡെൻഡ്രൈറ്റ്, ഈ കുഞ്ഞു ബ്രാഞ്ചസിനെ നമ്മൾ പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്സ്. ഓക്കെ, ഇനി ഈ ഡെൻഡ്രൈറ്റ്സിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കുഞ്ഞി ബ്രാഞ്ച് ഇവിടെ കണ്ടോ? ഈ ഒരു ബ്രാഞ്ചിനെ, ഈ ഒരു പോർഷൻ, ഇപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൽ ടീച്ചർ വരച്ചിട്ടുള്ള ഈ ഒരു പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് ഡെൻഡ്രോൺ. ഈ പോർഷൻ എന്താ പറയുക? ഡെൻഡ്രോൺ. ഈ പോർഷന് നമ്മൾ ഡെൻഡ്രോൺ എന്നും ഈ കുഞ്ഞു ബ്രാഞ്ചസിനെ നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്നുമാണ് പറയാം. ഇനി ഇത് നേരെ പോകുന്നത് എങ്ങോട്ടാ മക്കളെ? സെൽ ബോഡി. ഇതിനെന്താ പറയാ? സെൽ ബോഡി. കണ്ടോ? ഈ സെൽ ബോഡിയിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, അതേപോലെ തന്നെ സൈറ്റോപ്ലാസും ഉണ്ട്. ഇതാണ് സെൽ ബോഡി. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഈ കുഞ്ഞു ബ്രാഞ്ചസിനാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റ്സ് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ഡെൻഡ്രോൺസ്. ഈ ഡെൻഡ്രോൺസ് നേരെ പോകുന്നത് സെൽ ബോഡി. ഇത്രയൊക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ചെരിഞ്ഞ മരത്തിൻ്റെ സ്റ്റെം അല്ലേ? ചെരിഞ്ഞ മരത്തിൻ്റെ സ്റ്റെമ്മ്, അതായത് ദ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഓഫ് ദി ന്യൂറോൺ. ന്യൂറോണിലെ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആണ് ഈ കിടക്കുന്ന സാധനം അല്ലേ? ഇതിൽ ഏറ്റവും ലോങ് ആയിട്ട് കിടക്കുന്നത് ഇയാളല്ലേ? ടീച്ചർ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ പോർഷനെയാണ് കേട്ടോ പറയുന്നത്. ഈ പോർഷന് നമ്മൾ പറയുന്ന പേരാണ് മക്കളെ ആക്സോൺ. എന്താ ഈ പേര് പറയാ? ആക്സോൺ. ഇതിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. ദ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഓഫ് ദ ന്യൂറോൺ. നമ്മുടെ ന്യൂറോൺസിലെ ലോങ്ങസ്റ്റ് ഫിലമെന്റിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുക. ലോങ്ങസ്റ്റ് ഫിലമെന്റിനെയാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഈ ആക്സോൺ നേരെ പോയി എങ്ങോട്ടാണ് നിൽക്കുന്നത്? ആക്സോണൈറ്റ്. എവിടെയാണ്? ആക്സോണൈറ്റ്. ആക്സോൺ നേരെ പോകുന്നത് ആരിലേക്കാണ്? ആക്സോണൈറ്റ് എന്ന് പറയുന്ന ബ്രാഞ്ചുകളിലേക്കാണ്. ഈ ഓരോന്നിനെയും നമ്മൾ പറയുന്ന പേരാണ് ആക്സോണൈറ്റ്. ടീച്ചർ ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഭാഗമില്ലേ, ഇതിനെയാണ് നമ്മൾ ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. സെറ്റായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബൾബ് ലൈക്ക് സ്ട്രക്ചർ എന്തായിരിക്കും? ദ end of the അല്ലെങ്കിൽ the structure, the bulb like structure that is present at the end of the axonite. ആക്സോണൈറ്റിന്റെ എൻഡിൽ കാണുന്ന ഈ ബൾബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. എന്താ പറയാ? സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ്. നോബിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേ. നോബ് എന്ന് പറയുമ്പം കെ സൈലന്റ് ആണ്. നമ്മൾ സുനാമി എന്ന് പറയുമ്പോൾ ടി സൈലന്റ് അല്ലേ? നോളജ് എന്ന് പറയുമ്പോൾ കെ സൈലന്റ് അല്ലേ? അതേപോലെ ഇവിടെ നോബ് എന്ന് പറയുമ്പോൾ
കെ സൈലന്റ് ആണ്. അപ്പം സിനാപ്റ്റിക് നോബ് എന്നാണ് അത് വായിക്കുക. എന്താ പറയുക? സിനാപ്റ്റിക് നോബ്. അപ്പൊ ഇത്രയാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ന്യൂറോൺസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയോ? ഓക്കെ അല്ലേ? ഒന്ന് നോക്കിക്കോ എല്ലാം. എന്തൊക്കെയായിരുന്നു? ഡെൻഡ്രൈറ്റ്സ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ് ആൻഡ് സിനാപ്റ്റിക് നോബ്. അപ്പൊ ഇത്രയും ഈ ഒരു ന്യൂറോൺസിന്റെ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഇതൊന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതൊന്ന് റീകോൾ ചെയ്ത് വെക്കുക. നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും തുടങ്ങാം.